ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. കെ.എ. തുളസിയുടെ പേര് ചർച്ചകളിൽ നിന്നും ഒഴിവായതോടെ എ.പി. അനിൽകുമാറും സ്ഥാനം ഉറപ്പിച്ചു. ബിനിൽ ലീല സാബു വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ഒന്നല്ല 2 പേർ കൂടി മന്ത്രിസഭയിലേക്ക്. ആ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. എ.പി. അനിൽകുമാർ മന്ത്രിസ്ഥാനത്തേക്ക് വരുമോ ഇല്ലയോ എന്നതിൽ ഒരു തീരുമാനമായിരുന്നില്ല. അവിടെ തുളസിയുടെ പേരുണ്ടായിരുന്നു, വി.പി. സയ്യിദിന്റെ പേരുണ്ടായിരുന്നു. ആ പേരുകളൊക്കെ കൊണ്ടുവന്നത് തന്നെ കെ.സി. വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്നാണ് ഒരു ചർച്ച ഉയർന്നത്. എന്തായാലും അക്കാര്യത്തിലെ ചരടുവലികൾ ഒന്നും വിലപ്പോയില്ല. എ.പി. അനിൽകുമാർ മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണ്. നേരത്തെ മന്ത്രിയായ ആൾ കൂടിയാണ് അദ്ദേഹം. വണ്ടൂരിൽ നിന്നും ജനപ്രതിനിധിയാണ് അദ്ദേഹം. എന്തായാലും മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു വരും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചവരിൽ അദ്ദേഹം കൂടിയുണ്ട്. അതിനൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയും മന്ത്രിയായി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ മന്ത്രിസഭയിലെ വനിതാ മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. മറ്റൊരാൾ കൂടി വരുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. ബിന്ദു കൃഷ്ണ ഒരു ഈഴവ പ്രാതിനിധ്യം കൂടി അവിടെ ലഭിക്കും. ആ സാമുദായിക പ്രാതിനിധ്യവും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും അത്തരം ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉറപ്പിച്ച മന്ത്രിമാർ ഇവരൊക്കെയാണ്. അതിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അയഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്. അദ്ദേഹം മന്ത്രിയാവും. കെ മുരളീധരൻ, PC വിശ്വനാഥ്, M ലിജു, എ.പി. അനിൽകുമാർ, ബിന്ദു കൃഷ്ണ എന്നിവരാണ് നിലവിൽ ഉള്ളത്. അതിൽ കെ മുരളീധരനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും KC അനുകൂല പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. നേരത്തെ മന്ത്രിസഭയിൽ കൂടുതൽ മന്ത്രിമാരെ കൊണ്ടുവരാൻ KC ശ്രമിച്ചിരുന്നു. ആ ശ്രമം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇനിയുള്ള പേരുകൾ രമേശ് ചെന്നിത്തല ഒന്നിലധികം പേരുകൾ പറഞ്ഞിരുന്നു. അതിൽ അൻവർ സാദത്തിന്റെ പേരുണ്ട്, IC ബാലകൃഷ്ണന്റെ പേരുണ്ട്, TJ വിനോദിന്റെ പേരുണ്ട്. അതിൽ ആരെ പരിഗണിക്കും എന്നുള്ളതാണ്. അവരിൽ ഒരാൾ മന്ത്രി വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. TJ വിനോദും അൻവർ സാദത്തും എറണാകുളത്തു നിന്നുള്ള MLA-മാരാണ്. അവിടെ നിന്ന് മുഖ്യമന്ത്രിയുണ്ട്, മറ്റൊരാളെ കൂടി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടേക്ക് ഇവർ മന്ത്രിമാരായി ഇവർ വരുമോ എന്നത് ചോദ്യമാണ്. അതോടൊപ്പം തന്നെ അരൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഷാനിമുൾ ഉസ്മാൻ പാർട്ടി രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, മുതിർന്ന വനിതാ നേതാവാണ്. അപ്പോൾ ഷാനിമുൾ ഉസ്മാനെ എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകുന്നത്. ആ ചർച്ച വരാൻ കാരണം പാർട്ടിയിലെ മുസ്ലിം പ്രാതിനിധ്യമാണ്. ഇപ്പോൾ ലീഗിന് തന്നെ 5 മന്ത്രിമാരെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരാളെ കൂടിയാണ് പരിഗണിക്കുക കോൺഗ്രസിൽ. അങ്ങനെ 2 പേരെ പരിഗണിക്കുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ തെറ്റും. അതിലേക്ക് കോൺഗ്രസ് പോകുമോ എന്നാണ് എന്തായാലും നോക്കുന്നത്. ഇപ്പോൾ KPCC-യിൽ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അത് വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതിൽ RSP നേരത്തെ ഷിബു ബേബി ജോൺ അവിടേക്ക് എത്തിയിരുന്നു. PJ ജോസഫ് അവിടേക്ക് എത്തി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. അവർക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്ന കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് അങ്ങനെ വിട്ടുകൊടുത്തിട്ടില്ല. അതങ്ങനെ 2 മന്ത്രിസ്ഥാനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് അവരുടെ നിലപാട്. ഒരു മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ് പദവിയും അത് ക്യാബിനറ്റ് റാങ്കോടുകൂടി അങ്ങനെ നൽകാം എന്നുള്ളതാണ് ഒരു ധാരണയിൽ ചർച്ചയിൽ വന്നത്. പക്ഷേ അത് ധാരണയായിട്ടില്ല. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ അത് മോൻസ് ജോസഫിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. വകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. ജലവിഭവമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവരത് ക്ലെയിം ചെയ്യുകയും ചെയ്യും. പക്ഷേ RSP അതിൽ കണ്ണുവെച്ചിട്ടുണ്ട്. അവർക്ക് തൊഴിൽ വകുപ്പ് ഇത്തവണ വേണ്ട എന്നാണ്. ഒരുപക്ഷേ ജലവിഭവം അല്ലെങ്കിൽ വനം, ടൂറിസം അടക്കമുള്ള വകുപ്പുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയും RSPക്കുണ്ട്. അതും ഈ ചർച്ചയിലാണ് മുന്നോട്ട് അതിൽ തീരുമാനമുണ്ടാവുക. മറ്റൊന്ന് CP ജോണാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. ഇനി ഏത് വകുപ്പാണ് എന്ന് അറിഞ്ഞാൽ മാത്രം മതി. അത് ഫുൾ ടൈം മന്ത്രിയായിരിക്കും. എത്ര മണിയോടുകൂടി ഒരു ഫുൾ പട്ടിക പ്രതീക്ഷിക്കാം? ഏറെ വൈകാൻ സാധ്യതയുണ്ടോ? അതായത് രാത്രി കുറച്ചധികം നീളാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പോകാൻ കഴിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ KPCC-യിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നുണ്ട്. ആ ചർച്ചകൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പരിക്കില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ കല്ലുകടി വന്നാൽ അത് മന്ത്രിസഭ വന്നാൽ അത് ക്ഷീണമാവുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് വലിയ മാരത്തൺ ചർച്ചകളിലേക്ക് ഇനി പോകില്ല എന്നാണ് അറിയേണ്ടത്. അതിനുള്ള സമയവുമില്ല. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. നാളെ ഉച്ചയോടുകൂടി ഈ ഗവർണറെ കണ്ട് പട്ടിക കൈമാറും, മന്ത്രിമാരുടെ പട്ടിക കൈമാറുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അത് വൈകിട്ടായാലും നീണ്ടുപോയാലും അവിടേക്ക് ചർച്ചകൾ അത്രയും നീളില്ല എന്നാണ് അറിയുന്നത്. പരമാവധി ഇന്ന് രാത്രി തന്നെ ഈ പട്ടിക പുറത്തിറക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രി ആയില്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം പട്ടിക കൈമാറാനും ആലോചനയുണ്ട്. തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വകുപ്പ് സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ കൂടുതലായി നടക്കുന്നത്. പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാതെ പോയത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ കാര്യമാണ്. അവരും ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബും മാണി C കാപ്പനും ഇവർ ടേം വ്യവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളത് ആകാംക്ഷയാണ്. അങ്ങനെ ടേം വ്യവസ്ഥ ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് പൂർണ്ണമായും അങ്ങനെ ആയിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ ആ ചർച്ച സജീവമായി ഇങ്ങനെ പുരോഗമിക്കുകയാണ്. സേതു, ശരി ബില്ലേ, ശരി. അപ്പം മന്ത്രിസ്ഥാനങ്ങളിൽ കൂടുതൽ പേർ ഉറപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബിന്ദു കൃഷ്ണയുടെ പേരും അതേപോലെ അനിൽകുമാറിന്റെ പേരും സജീവമായി തുടക്കത്തിലേ തന്നെ കേട്ടതാണ്. 2 പേരും ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.